ശ്രീ പി നന്ദകുമാർ. സർ, കാർഷിക മേഖല അഭിവൃദ്ധിക്കും കേരളത്തിലെ സമ്പദ്ഘടന വളർച്ചയ്ക്കും വേണ്ടി LDF സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. സർ, ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് നമുക്കുള്ളത്. നെൽകൃഷിയുടെ വ്യാപനത്തിൽ അല്പം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സർ, പൊന്നാനി കോൾ മേഖല എന്ന് പറഞ്ഞാൽ 5 മണ്ഡലങ്ങൾ, 3 തൃശ്ശൂരും 2 പൊന്നാനി മേഖലയും ഉള്ള പ്രദേശത്തിൻ്റെ വിഷയങ്ങളാണ് പ്രധാനമായും സബ്മിഷനിൽ ഉന്നയിക്കുന്നത്. പൊന്നാനി കോൾ മേഖലയിൽ നെൽകൃഷി നടത്തുന്ന 3317.14 ഹെക്ടറിന് പുറമെ ഏകദേശം 2400-ലധികം ഹെക്ടർ സ്ഥലം നെൽകൃഷി അടക്കമുള്ള വിവിധങ്ങളായ കൃഷിക്ക് യോഗ്യമാക്കാൻ സാധ്യതയുള്ളതാണ്. പൊന്നാനി മണ്ഡലത്തിൽ മാത്രം 250-ൽ പരം അധികം ഹെക്ടർ ഭൂമി നെൽകൃഷി ചെയ്യാൻ കഴിയുന്ന സ്ഥലം തരിച്ചിട്ടിരിക്കുകയാണ്. പശ്ചാത്തല സൗകര്യത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ഇത് കാരണം. നബാർഡിൻ്റെ സഹായത്തോടെ ചമ്രവട്ടം BM ലിങ്ക് കനാലിൻ്റെ 36 കോടി രൂപ പ്രൊജക്റ്റ് ടെൻഡർ പ്രോസസ്സിലാണ്. പൊന്നാനി കോൾ മേഖലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിനാൽ നിലവിലുള്ള കൃഷിയിടങ്ങളിൽ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഇറക്കുന്നതിനും കഴിഞ്ഞിട്ടില്ല. ചമ്രവട്ടം ലിങ്ക് കനാൽ പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ ഉണ്ടാകുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ പ്രധാന തോടുകളും ഉപത്തോടുകളും വീതി കൂട്ടി ആഴം കൂട്ടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. സർ, ഇവിടേക്ക് ആവശ്യമായ വെള്ളം ചമ്രവട്ടത്തിനാണ് വരുന്നത്. അതിൽ പ്രധാനമായും അവിടെ ഇപ്പോൾ ഒരു പ്രവൃത്തിയുടെ പൂർത്തീകരണം നടക്കാതെ കിടക്കുകയാണ്. 3.5 കൊല്ലക്കാലമായി ചമ്രവട്ടത്തിലെ ഒരു പദ്ധതി അവിടുത്തെ വെള്ളം ലീക്കായി പോകുന്നതിന് ഉള്ള അതിൻ്റെ വലിയ നഷ്ടമാണ്. കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും വലിയ പ്രയാസം ഉണ്ടാവുന്നത് 7ാമത്തെ പ്രാവശ്യമാണ് സർ അവിടുത്തെ കരാറുകാരന് നീട്ടിക്കൊടുത്തിട്ടുള്ളത്. അത് ഗൗരവമായ പരിശോധന ബന്ധപ്പെട്ട വകുപ്പ് പരിശോധിക്കണമെന്നാണ് ഈ അവസ്ഥ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് വന്നാൽ മാത്രമേ ഈ പുതിയ നബാർഡിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. സർ, കോൾ മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണം അടിയന്തരമായി നിർവഹിക്കണം. പ്രവൃത്തിയുടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയണം. നെൽകൃഷിക്ക് പുറമെ ഇടവേളകൾ നടത്താൻ സാധ്യതയുള്ള പ്രദേശമാണിത്. ആ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ കഴിയണം. കോൾ മേഖല പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇടപെടൽ നടത്തുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനം അത്യാവശ്യമാണ്. കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ്, ജലവിഭവ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, KLDC എന്നീ വകുപ്പുകളുടെ ഏകോപനത്തോടെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ സാധിച്ചാൽ നല്ല സാധ്യതയുള്ള മേഖലയാണ് പൊന്നാനി കോൾ മേഖല. സർക്കാരിൻ്റെ സത്വരമായ ശ്രദ്ധ ഈ മേഖലയ്ക്കകത്ത് ഉണ്ടാവണമെന്നാണ് സബ്മിഷനിൽ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി. കേരളത്തിലെ ഉയരുന്ന ജനസാന്ദ്രതയും നഗരവൽക്കരണവും കൃഷിയിടങ്ങളുടെ വിസ്തൃതി കുറയ്ക്കുന്നുണ്ട്. കൃഷിയോഗ്യമായ മുഴുവൻ ഭൂമിയിലും കൃഷി ചെയ്ത് കൃഷിയിടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയവും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയുമാണ്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയും ഉൽപ്പാദന സേവന വിപണന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണവും കൃഷിയോഗ്യമായ കൃഷിയിടം കൃഷി ചെയ്യുവാൻ ഉതകുന്ന നവോത്ഥാൻ പദ്ധതിയും ഇക്കാര്യത്തിലുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത വെളിവാക്കുന്നവയാണ്. കേരളത്തിൻ്റെ തനതായ കാർഷിക മേഖലകളായി നെൽകൃഷി, നാളികേര കൃഷി, പച്ചക്കറി കൃഷി എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഉദ്ദേശത്തോടെ സാധ്യമായ എല്ലാ പ്രദേശങ്ങളിലും കൃഷിക്കായുള്ള പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ പരിപോഷിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ ഏർപ്പെടുന്ന ജനകീയ പദ്ധതികളാണ് സർക്കാരിൻ്റെ മുൻകൈയിൽ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തരിശരഹിത കേരളം എന്നത് നമ്മുടെ അജണ്ടയായി മാറേണ്ടതുണ്ട്. ഇതിന് കൃഷിയിട ആസൂത്രണ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, ജനകീയ കൂട്ടായ്മകൾ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ എല്ലാം കൂട്ടായ ഇടപെടലിലൂടെ പ്രാദേശിക ആസൂത്രണ നിർവഹണ രീതി അവലംബിക്കാനാണ് സർക്കാർ ആലോചിച്ച് അത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി കോൾ മേഖല പൂർണ്ണമായും കൃഷിക്ക് ഉപയുക്തമാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള ഇടപെടലുകൾ സർക്കാർ കാര്യക്ഷമമായി നടത്തുകയും തൃശ്ശൂർ പൊന്നാനി കോൾ മേഖലയുടെ സമഗ്ര വികസനത്തിനായി തൃശ്ശൂർ കോൾ നില വികസന ഏജൻസിയും തൃശ്ശൂർ പൊന്നാനി കോൾ വികസന അതോറിറ്റിയും രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൾ മേഖലയിലെ കൃഷി വ്യാപനത്തിനും വികസനത്തിനും ഉതകുന്ന എന്തെല്ലാം പദ്ധതികൾ ആവശ്യമാണെന്ന് പഠനം നടത്തുന്നതിന് തൃശ്ശൂർ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ആൻഡ് ഹെഡായ ഡോക്ടർ A. ലതയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചിടക്കുന്ന നെൽകൃഷി മേഖലയായ പൊന്നാനി തൃശ്ശൂർ കോൾ 14,600 ഹെക്ടറാണ്. ഇതിൽ 3,600 ഹെക്ടർ പൊന്നാനി കോളും 11,000 ഹെക്ടർ തൃശ്ശൂർ കോളുമാണ്. 236 ഹെക്ടർ പൊന്നാനി കോളിലും 111.8 ഹെക്ടർ തൃശ്ശൂർ കോളിലും തരിശുഭൂമിയുണ്ട്. RADFൻ്റെ 19, 20, 22 ട്രാഞ്ചുകളിലായി 225.23 കോടി രൂപയുടെ പദ്ധതിയും 43.08 കോടി രൂപയുടെ RKVY പദ്ധതിയും ഈ മേഖലയുടെ വികസനത്തിനായി ആവിഷ്കരിച്ച് നടപ്പിലായി കഴിഞ്ഞു. 2018 മഹാപ്രളയത്തിന് ശേഷം തൃശ്ശൂർ പൊന്നാനി കോൾ മേഖലയുടെ വികസനത്തിനായും മുഴുവൻ കൃഷിഭൂമിയും കൃഷിയോഗ്യമാക്കി കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയും അനുവദിച്ച 298.38 കോടി രൂപയുടെ
റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി ഈ മേഖലയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. പെരുമ്പടപ്പ് ബ്ലോക്കിൻ്റെ പരിധിയിൽപ്പെട്ട പൊന്നാനി കോൾ മേഖലയിൽ നെൽകൃഷി ചെയ്യാൻ സാധ്യമായ മേഖലയെല്ലാം കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ മുന്നോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്, കൃഷിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെരുമ്പടപ്പ് ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളായി 12 പാടശേഖരങ്ങളിൽ 160 ഹെക്ടറോളം സ്ഥലം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം നെൽകൃഷി ചെയ്യാൻ കഴിയാതെ തരിശായി കിടക്കുന്നുണ്ട്. നിലവിൽ ബിയ്യം കായൽ, നൂറടിത്തോട് എന്നിവയിൽ സംഭരിക്കുന്ന വെള്ളം മാത്രമാണ് കോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നിലവിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ജലസംഭരണികളായിട്ടാണ് മാറിയിരിക്കുന്നത്. ആയത് കൃഷിയോഗ്യമാക്കുമ്പോൾ 2 വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഒന്ന്, ജലസംഭരണത്തിന് പുതിയ സ്ഥലം കണ്ടെത്തണം. ഇതിനായി ആവശ്യമായ ബണ്ട്, വിവിധ SP-കളുള്ള പമ്പ് സെറ്റുകൾ, പമ്പ് ഹൗസുകൾ, വൈദ്യുതി തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കി നൽകുകയും പാടശേഖരങ്ങളുടെ ഉള്ളിലും പുറത്തുള്ള തോടുകൾ നവീകരിച്ചും വിതരണ സംവിധാനം ഉറപ്പാക്കണം. 2, ജലസേചനത്തിന് ആവശ്യമായ ജലം ലഭ്യമാക്കണം. ഇതിൻ്റെ 1ാം ഘട്ടമായി ഭാരതപ്പുഴയിൽ നിന്ന് ബിയ്യം കനാലിലേക്ക് ജലം എത്തിക്കുന്ന നടപടികൾ ജലവിഭവ വകുപ്പ് കൈക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്രകാരം ലഭ്യമാകുന്ന ജലം നൂറടിത്തോടിൻ്റെ വിവിധ റീച്ചുകളിലെത്തിയാൽ മാത്രമേ പ്രസ്തുത മേഖലയുടെ ജലസേചനത്തിന് പര്യാപ്തമാകൂ. ബിയ്യം കനാലിൽ നിന്ന് നൂറടിത്തോടിലൂടെ ഗ്രാവിറ്റി ഫ്ലോ സാധ്യമല്ലെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആയതിനായി ജലവിതരണ സംവിധാനം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ വിദഗ്ധ പഠനം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് ലഭ്യമാക്കുന്നതിനുണ്ട്. ഈ 2 കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു.